ആരാണ് ബെല്ലടിക്കുന്നത്? ആ സമയം എന്നായി? 7:45, 7:50 നമുക്ക് ആരാണല്ലേ? ഇതെന്നാണ് പറയാനാണ്? അയ്യോ, ഉച്ചയ്ക്ക് വിളിച്ചിട്ട് നീ പറഞ്ഞില്ല എന്നോട് പറഞ്ഞിട്ട് വരാൻ പറ്റുമോ? അതെന്നാ പ്രതീക്ഷിക്കാതെ പറഞ്ഞോ എപ്പോഴും ഒരു സസ്പെൻസ്. ഞാൻ ഉച്ചയ്ക്ക് നിന്നെ വിളിച്ചതല്ലേ, ഇത് വരുവാന്ന് പറഞ്ഞില്ലല്ലോ. വെള്ളം എടുത്തോണ്ടേ കുടിക്കാനേ. ചെറു ചൂടുവെള്ളം കുടിക്കും. ക്ഷീണിച്ചല്ലോ, കാലിൽ ഒരുമാതിരി ഇരിക്കുന്നല്ലോ. ഫുഡൊന്നും ഇല്ലായിരുന്നു അവിടെ. അവിടെ ഭയങ്കര കഷ്ടപ്പാടാ, ഭക്ഷണമൊക്കെ ഭയങ്കര പാടാ. ഇപ്പൊ മനസ്സിലായി വീട്ടിൽ നിന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്. അമ്മമാർ വെച്ചിരുന്ന ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാം. പഠിക്കാൻ വേണ്ടി ഞാനല്ലേ പോയെ, നിങ്ങൾ എന്നെ കൊണ്ടേ വിട്ടതല്ലേ. ഞാൻ അവിടെ പോയി പെട്ട് കിടക്കും. 5-6 മാസമായി, വണ്ടിക്കൂലിയില്ല, പൈസ ഇല്ല, കാര്യത്തിനും കഷ്ടപ്പാടും. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഒരു 100 രൂപ ഇട്ട് തരാൻ പറഞ്ഞിട്ട് തന്നോ ഇതുവരെയും? പൈസ കൊണ്ടാണോ പഠിക്കുന്നേ? പൈസ കൊണ്ടല്ല പഠിക്കുന്നേ. ഒരു ശകലം ഹോസ്റ്റലിലെ ഭക്ഷണം വേറും. അവിയലുണ്ടോ, തിന്നാൻ കൊള്ളുവല്ല, ഉപ്പില്ല, മുളയില്ല, സാമ്പാറ്, വെള്ളം എവിടെ കിടക്കുന്നു, ഭക്ഷണം എവിടെ കിടക്കുന്നു. ഇതിനാണ് ഞാൻ ഒരു 100 രൂപ 2 പൊറോട്ടയിൽ നിന്ന് ഇച്ചിരി ഒരു ബീഫ് കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാവോ? ഇച്ചിരി ഇറച്ചി തിന്നാൻ കൊതിയായി, ഒരു മീൻ തിന്നാൻ കൊതിയായി. അപ്പോഴേ വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴേ അമ്മമാരുടെ അപ്പമാരുടെ കൂടുതൽ ഇരിക്കുമ്പോഴത്തേക്ക് മീനോ ഇറച്ചിയോ കറി വെച്ചോ എന്തെല്ലാം കുറ്റങ്ങളാ. കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കുകയല്ല. ഇപ്പൊ മനസ്സിലായോ അമ്മമാരുടെ വില? മനസ്സിലായോ? ആണോ? എന്നാണ്ട് പിന്നെ വിശേഷം? കൂട്ടുകാരൊക്കെ എന്നാ പറയുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും വീട്ടിൽ പോയോ? എല്ലാരും വീട്ടിൽ പോയി. എത്ര ദിവസത്തെ അവധിയുണ്ട്? 3 ദിവസത്തെ അവധി. ആണോ? എന്നെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറയാൻ വരുമെന്നാ പറയാന്? ചുമ്മാ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോന്നതാ. എല്ലാരും വന്നപ്പോ ഞാനിങ്ങനെ പോന്നതാ. നന്നായി വന്നപ്പോ കപ്പയും ഇറച്ചിയൊക്കെ ഉണ്ട്, കപ്പ ബിരിയാണി ഇറച്ചിയൊക്കെ ഉണ്ട്. ഇതെന്നാ പറയാ ബാഗിനകത്ത്? അത് പഴയ തുണി, കൊണ്ടുപോയ തുണികളൊക്കെയാണോ? എന്നാ സ്മെല്ലാ ഇതിന്? നനയും പൊടിയൊന്നും ഇല്ലായിരുന്നോ? കൊണ്ടുപോയാൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. പുളിയൊന്നും ഇല്ല മോനെ. ഇതെന്നാ 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 പറ്റി? ഇതെന്നാ 100% കിഴിവാകും. ഞാൻ 2 ആഴ്ച മുമ്പ് മേടിച്ചു തന്നു വിട്ടോളൂ. അതെല്ലാം കീറി പോയി. ഇതെന്നാ ഹോസ്റ്റലിലെ എലിയാണോ പാറ്റാണോ ആരോടെ കണ്ടിച്ചോണ്ട് പോയത്? ഇത് കൂട്ടി തയ്ച്ചാൽ പോലും പറ്റുകയല്ലോ. അവിടെ ഒരു കാര്യം ചെയ്യും, ഞാൻ കൂട്ടി തയ്ക്കുക, എന്നിട്ട് ഒറ്റക്കാലമായിട്ട് നടന്നാൽ മതി. നല്ലതായിരിക്കും. അയ്യോ, ഇത്രയ്ക്കും പോയതേ. ഇത് ആശുപത്രി ഡോക്ടർമാര് രോഗികളെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മയക്കുകയല്ലേ? അതെന്താ ക്ലോറോഫോമോ? അതിന് പോയാലും ഉപയോഗിക്കാനോ? അത്രയ്ക്ക് മാടയാണല്ലോ. വെള്ളമൊന്നും ഇല്ലായിരുന്നു അവിടെ. മിടുക്കൻ. ഞാന് കൃപാസനത്തിന്റെ പത്രം വായിക്കുമായിരുന്നു. എന്നെ പറ്റി ചോദിച്ചിട്ട് അനങ്ങാതെ പോന്നെ? ഒന്നുമില്ല. എന്നാലും എന്നെ ടെൻഷൻ അടിച്ചാണോ? ഒന്നുമില്ല. എന്നാ പറ്റി? ഒന്നുമില്ല, പിന്നെ പറയാം. പിന്നെയാണേലും ഇപ്പഴാണേലും പറയണ്ടേ? എന്നാ പറ്റി ഒരു ടെൻഷൻ അടിച്ചു നടക്കുന്നത്? എനിക്കൊരു പെൺകുച്ചിനെ ഇഷ്ടമായിരുന്നു. എന്നിട്ടോ? ഞാൻ അവളോട് ഇഷ്ടമാന്ന് പറഞ്ഞു. അവള് എന്ത് ചെയ്തേ ഇഷ്ടപ്പെടുന്നില്ല. അവളെന്നാ പറഞ്ഞു? അവൾക്ക് ഇഷ്ടമല്ലെന്നാ പറയുന്നത്. ആണോ? അത് ശരി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടമുണ്ട്, അവളോട് പറയാം. പോകാം, അവൾ അവളുടെ വഴിക്ക് പോട്ടെ. ഒന്ന് പോയാൽ 9 ഉണ്ട്. ഒരു പെണ്ണിനെ കണ്ടിട്ടാണ് ചെറു പെണ്ണ് ആമ്പിള്ളേർ പെണ്ണ് കാണാൻ പോകുമ്പോൾ ആദ്യം കാണുന്ന പെണ്ണിനെ അല്ല കല്യാണം കഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം കഴിക്കുന്നത്. അവള് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയ പറഞ്ഞേ. പിന്നെ എന്നാ പറഞ്ഞേ? സൗന്ദര്യം പോലെ ഇല്ലേ? അപ്പൊ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പേടിക്കണ്ടാണ്. അത് പിന്നെ ചെന്ന് കാണുന്ന ഇഷ്ടമാണെന്ന് പറയുന്നത് പെമ്പിള്ളേർ ഇഷ്ടമാണെന്ന് നമ്മളെ പുറകെ വരത്തില്ല. അത് പയ്യെ ഇങ്ങനെ കൂട്ടുകൂടി പുറകെ നടന്നല്ലേ ആമ്പിള്ളേർ എത്രയോ പ്രാവശ്യം പുറകെ നിന്ന് പറയും പെമ്പിള്ളേരെ വളർത്തിയെടുക്കുന്നത്. അങ്ങനെ കിട്ടുമെന്നേ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൾ മാത്രമേ നീ പഠിച്ചാലും എടുക്കാനായിട്ട് ജോലി മേടിക്കാം. അന്നേരം തന്നെ പെമ്പിള്ളേർ തേടി വന്നോളൂ. അതൊന്നും അവർക്ക് ടെൻഷൻ അടിക്കണ്ട. പോയത് പോട്ടെ, അത്രയേ ഉള്ളൂ. അതെന്താ പിന്നെ അങ്ങ് കാണിച്ച് ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളുണ്ട്, കാരണന്മാരുണ്ട് കൂടുതൽ. പിന്നെ എന്നാ വേണം? ഫുഡ് കഴിക്കാൻ എടുത്താലോ? എടുക്കാം. കപ്പയും ഇറച്ചിയുണ്ട്, കഴിക്കാൻ ചോറുണ്ട്. ഒത്തിരി ദിവസമായി നല്ല ഫുഡ് കഴിക്കണം. നമുക്ക് കഴിക്കാം.